ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റേഷനറി ഹോൾ പ്ലസ് ക്രാഫ്റ്റ് ഹോളാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോട്ട്ബുക്സ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു കുറോമി നോട്ട്ബുക്കാണ്. അടിപൊളി ബുക്കാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു ബുക്കാണ്. ഇത് ഞാൻ മിനിസോന്നാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് 500 സംതിങ് എത്രയോ ആണ്. അതിനത് വേർത്താണെന്ന് ചോദിച്ചാൽ അല്ലാന്നേ പറയുള്ളൂ. പക്ഷെ ക്യൂട്ടിന് അത് വേർത്താണ്. നമ്മൾ ഇസ്തറ്റിക് ക്യൂട്ട് അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ വാങ്ങിക്കുക. അങ്ങനെ ഇത് വാങ്ങിക്കുമ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ഹാഫ് ലൈൻഡ് ബുക്ക് ആയിരിക്കുന്നത്. പിന്നാണ് എനിക്ക് മനസ്സിലായത് ഹാഫ് ലൈൻഡാണ്. ഞാൻ കാണിച്ചത് കണ്ടില്ലേ. പക്ഷേ കുഴപ്പമില്ല, നമ്മളത് എഴുതുമ്പോൾ പിള്ളേർ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ഈ നോട്ട്ബുക്സ് ആണ്. ഇത് രണ്ടും ഒരുമിച്ച് വാങ്ങിച്ചതാണ്, അതായത് ഒരുമിച്ചുള്ളതാണ്. ഇതും മിനിസോൺ തന്നെയാണുള്ളത്. ഇതിന് 200 സംതിങ് എത്രയാണ്. ഒരു കുഞ്ഞു പോക്കറ്റ് നോട്ട്ബുക്കാണ്, വരെയുള്ളതാണ്. നെക്സ്റ്റ് ഈ ഒരു നോട്ട്ബുക്ക്, ഇതും വരെയുള്ളത് തന്നെയാണ്. ഇത് രണ്ടിനും കൂടിയാണ് കേട്ടോ 200 സംതിങ് വരുന്നത്. സോ അതൊരു നോട്ട്ബുക്ക്. നെക്സ്റ്റ് ഈ ഒരു നോട്ട്ബുക്ക്, ഇത് മിനിസോന്നല്ല, ഇത് ഡൈക്കറ്റ് സ്മാർട്ട് എന്ന് പറയുന്നൊരു പേജിൽ നിന്നാണ്. അവരിപ്പോൾ കൊച്ചിയിൽ പുതിയ ഷോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അവിടെ പോകണമെന്നുണ്ട്, പറ്റുകയാണെങ്കിൽ പോകാം. സോ ഇത് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഡൈക്കറ്റ് സ്മാർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവരുടെ വെബ്സൈറ്റ് വരും. അതിൽ കയറുക, വേണ്ട സാധനങ്ങളൊക്കെ കാട്ടിലിടുക, വാങ്ങിക്കാം. ഇതിന് 99 റുപ്പീസേ ആയിട്ടുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് വർത്ത് ഇറ്റ്. മിനിസോയിൽ വെച്ച് നോക്കുമ്പോൾ അറിയാലോ, നല്ല വർത്ത് ഇറ്റാണ്. കുറേ ക്യൂട്ട് പ്രൊഡക്ട്സ് ഇത്രയും വിലയ്ക്ക് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈവൻ ഒരു സ്റ്റിക്കറിന് പോലും 10 രൂപ വരെയുണ്ട്. നൈസ് സാധനമാണ്. സോ നെക്സ്റ്റ് ഈ നോട്ട്ബുക്ക് എൻ്റെ എല്ലാ ജേർണൽ വീഡിയോസിലും കാണുന്ന ഒരേ ഒരു ജേർണൽ ബുക്കാണ്. നല്ല ബുക്ക് തന്നെയാണ്. ഇത് ഞാൻ മറ്റേ ജേർണൽ സെറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബുക്കാണ്. ഇതൊരു ഗ്രിഡ് പാറ്റേണിൽ വരുന്നതാണ്. ഇതൊക്കെ ഞാൻ ഈ ഒരു ജേർണൽ കിറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ പിന്നെ ഉള്ളത് ഇനി നമുക്ക് അല്ലാത്ത സ്റ്റേഷനറി സാധനങ്ങളിലൊക്കെ പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റിക്കേഴ്സാണ്. ഇത് വാക്സിനിലെ സ്റ്റിക്കറാണ്. ഇതിലൊന്നാണ് ഞാൻ എൻ്റെ ജേർണലിൽ യൂസ് ചെയ്തത്. ഇതിലേ ഒന്ന് ഞാൻ യൂസ് ചെയ്തോട്ടെ, അതിവിടെ ഉള്ളതാണ്. ഇത് അങ്ങനെയുള്ള ഒരെണ്ണം, അങ്ങനെ 2 എണ്ണമാണ്. അടിപൊളിയാണ്. ഇതും ഡൈക്കറ്റ് സ്മാർട്ട് തന്നെയാണ്. എനിക്കിത് പ്രത്യേകിച്ച് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 25 ആ ഇതാണ്. ഇതിനും അത്രയൊക്കെ തന്നെയാണുള്ളത്. അത്രയും രൂപയ്ക്ക് ഇത്രയും സ്റ്റിക്കേഴ്സ് നല്ല വർത്താണ്. എനിക്ക് അവരുടെ ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് സ്റ്റിക്കേഴ്സായിട്ട് വരുന്നത്. പിന്നെ അത് എന്ന് പറയാനായിട്ട് വലിയ സ്റ്റേഷനറീസ് ഒന്നുമില്ല. പിന്നെ ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയ കുറച്ച് പേപ്പേഴ്സ് പോലത്തതാണ്. ഇതുപോലത്തെ പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയും. ഇതുപോലത്തെ പാറ്റേൺ പേപ്പേഴ്സ് കണ്ടില്ലേ, പല കളേഴ്സിൽ. ഈ ഒരു 3 ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ യൂസ് ചെയ്തു. അങ്ങനെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും പിന്നെ നമ്മുടെ വിൻറ്റേജ് ജേർണലൊക്കെ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റിയ പേപ്പേഴ്സാണ് ഇതൊക്കെ, കണ്ടില്ലേ. അപ്പം അങ്ങനെ അതും കൂടി വെച്ചിട്ടുള്ള ഒരു കവർ. ഇനി കുറേ സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടാം, പറ്റുകയാണെങ്കിലല്ല ഇടാം. സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളല്ലോ ഇതിൽ. പിന്നെ ഇതുപോലത്തെ കുറേ ക്യൂട്ട് സാധനങ്ങൾ, ക്യൂട്ടല്ല പർപ്പിൾ സാധനങ്ങൾ നമ്മുടെ ജേർണൽ കിറ്റിലുണ്ടായിരുന്നാണ്, ഞാൻ കാണിച്ചതാണ്. സോ ഇത്രയാണ് ആ ഒരു ബുക്സും സ്റ്റിക്കേഴ്സും തമ്മിലുള്ള ബന്ധങ്ങൾ. സോ ഇനിയുള്ളത് അല്ലാതെ കുറച്ച് പെന്ന്, ഹൈലൈറ്റേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളാണ്. ഇതിന് മുമ്പ് ഇത് കാണിക്കാനുണ്ട്. ഇതും ഡൈക്കറ്റ് സ്മാർട്ടുള്ള സാധനങ്ങളാണ്, അടിപൊളിയാണ്. ഇത് മറ്റേ കട്ടറാണ്, കണ്ടില്ലേ, ചെറുതായിട്ട് തുരുമ്പൊക്കെ പിടിച്ചു, കുഴപ്പമില്ല. ഇതും അത് തന്നെയാണ്. ഇത് രണ്ടും ഒരു സെറ്റായിട്ട് കിട്ടുന്നതാണ്. അൺബോക്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ക്യൂട്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പെൻസ് ആൻഡ് ഹൈലൈറ്റർ. ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിച്ച ഒരു ഹൈലൈറ്ററാണ്, കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. ഇത് മാത്രമാണ്
അടപ്പ് എന്ന് പറയുന്നത്. ബാക്കി ഇത് അത്രയും ഹൈലൈറ്റേഴ്സ് ആണ്. ഇത് ബ്ലൂ, ഇത് പിങ്ക്, ഇത് ഗ്രീൻ, ഇത് യെല്ലോ, ഇത് പർപ്പിൾ. കണ്ടില്ലേ? ഇത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സാധനം തന്നെയാണ്. ഇതിൻ്റെ പൈസയ്ക്ക് ഇത് അത്ര വേർത്തല്ല. ബിക്കോസ് മിനിസോയിൽ സാധനങ്ങളൊക്കെ കിട്ടണം, ബട്ട് പൈസയ്ക്ക് അത്ര വേർത്തല്ല. ഇങ്ങനെയാണ്. എന്നാലും കുഴപ്പമില്ല. ബട്ട് നമ്മളിത് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പൈസയ്ക്ക് വേർത്തായതുപോലെ ഫീൽ ചെയ്യില്ല. നമ്മളത് വല്ലപ്പോഴും യൂസ് ചെയ്യണം, അപ്പോഴേ ഒന്ന് തോന്നുള്ളൂ. സോ അങ്ങനെ ഇത്. പിന്നെ വരുന്നത് ഈ ബ്രഷ് പെൻസ് വരും കേട്ടോ. ഇത് നല്ലൊരു ബ്രഷ് പെൻസാണ്. ഞാൻ പാറ്റേൺ പേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ബ്രഷ് പെൻ വെച്ചിട്ടാണ്. കണ്ടില്ലേ? ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയത്. നല്ല നമ്മൾ എത്രത്തോളം ഡാർക്ക് ചെയ്യുന്നു അത്രത്തോളം നല്ല ഡാർക്ക് ഷെയ്ഡ്, എത്രത്തോളം നമ്മൾ വരയ്ക്കുന്നു അത്രയും ഡാർക്ക് ഷെയ്ഡോ, ഇതാണ് ഉദ്ദേശിച്ചത്. പിന്നെയാണ് പെണ്ണെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബ്ലാക്ക്, ഒരു റെഡ്, ഒരു ഗ്രീൻ, ഒരു ബ്ലൂ എന്ന് പറയണം. ഇതും ബ്ലൂ ആണ്. ഇങ്ങനത്തെ കളേഴ്സിലാണ് ഞാൻ എപ്പോഴും പെൻസ് കൊണ്ടുപോകാറുള്ളത്. നമ്മൾ പഠിക്കാനും അതുപോലെ ഇതുപോലെ തന്നെ ക്രാഫ്റ്റ്, ജേർണലിങ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാകും. പിന്നെ ഈ സ്കെച്ച് പെൻസ് അടിപൊളി സാധനമാണ്. ഒരു 30 രൂപയുള്ളതിന്. ഇതിന് അടിപൊളി സാധനമാണ്, ഒന്നും പറയാനില്ല. കാരണം നല്ല ഈസ്തെറ്റിക് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിലുള്ളത്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഡാർക്ക് കളേഴ്സാണ്. പക്ഷേ ഇതിൽ പിക്ക് ചെയ്ത് കാണിച്ചു തരുന്ന കളേഴ്സ് എല്ലാം അടിപൊളിയാണ്. കാണിച്ചു തരാം. സോ ഇതത്രയും നല്ല അടിപൊളി കളേഴ്സാണ്. നല്ലൊരു പേസ്റ്റലല്ല, അതായത് നല്ല ബ്രൗൺ, നല്ല യെല്ലോ, നല്ല ഇതൊരു സ്കിൻ കളറാണ്. ബട്ട് അതൊരു ലൈറ്റ് ബ്രൗണിൻ്റെയൊക്കെ വേർഷൻ പോലെ വരും. ഇത് നല്ലൊരു ഓറഞ്ചാണ്. ഇത് ഇത്രയും നല്ല അടിപൊളി കളേഴ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഇതിൽ. ഇതൊക്കെ നമ്മുടെ നോർമൽ സ്കെച്ച് പെൻസ് പോലെയാണ്, പക്ഷേ ഇത് അടിപൊളിയാണ്. നമുക്കിതുപോലത്തെ വലിയ ബ്രഷ് പെൻസെറ്റൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ 30 രൂപയ്ക്ക് അതിൻ്റെയൊക്കെ ഒരു ചെറിയ വേർഷൻ പോലെ വരും. ഇത് നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ളതാണ്. സോ ഇനി എന്താ ഉള്ളത്? ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ സ്റ്റേഷനറി എന്ന് പറയാനായിട്ട്. ഇനി ക്രാഫ്റ്റ് സപ്ലൈസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രോസ്. ക്രാഫ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണിത്. ഇതിന് 70 രൂപയുള്ളൂ. 50 എണ്ണം ഉണ്ട് ഇതിൽ. പകുതിയൊക്കെ കണ്ടില്ലേ? ഇതുപോലെ ആയിട്ടുണ്ട്. ചെറുതിനെ യൂസ് ചെയ്തിട്ട് 70 രൂപയ്ക്ക് ഇത് കൊടുത്താണ്. 50 എണ്ണം ഉണ്ട്. പിന്നെ പേപ്പർ കപ്സ്. ഇത് 25 എണ്ണം എത്രയും ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അതും വേർത്താണ്. നെക്സ്റ്റ് ടിഷ്യൂസ് ആണ്. ഇത് 8 എണ്ണം വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇതിൽ 6 എണ്ണം ഉള്ളൂ. 8 എണ്ണം വരുന്ന കുറച്ച് ടിഷ്യൂസ്. നമുക്ക് ഈ പറയുന്ന ഇതിൽ ഫ്ലവറിൻ്റെ അതായത് ഈ ടിഷ്യൂ വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കില്ലേ, അതൊക്കെ ഉണ്ടാക്കാനും പിന്നെ അല്ലാതെ ഇതിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. സോ നെക്സ്റ്റ് ഐസ്ക്രീം സ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാം. അങ്ങനെ ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ട്. അതിൽ കൂടുതലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അതിനൊരു അറൗണ്ട് 100 റുപ്പീസിന് അത്രേ ആയുള്ളൂ. അത് ഏതാണ്ട് 150 എത്ര ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ട്. ബാക്കിയൊക്കെ ഞാൻ കുറച്ച് യൂസും ചെയ്തു. സോ ഇനി വരുന്നത് അത്രയൊക്കെ തന്നെയാണ് ക്രാഫ്റ്റ്സിൽ പിന്നെ വരുന്നത്. ഇനി വരുന്നത് ഇത് സ്റ്റേഷനറി ആണെങ്കിലും എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മാസ്കിംഗ് ടേപ്പാണ്. അതിൽ നല്ലൊരു മാസ്കിംഗ് ടേപ്പാണ്. കാരണം നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേപ്പർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഇളകിയൊന്നും അങ്ങനെ വരില്ല. അത് നല്ല വൃത്തിയിൽ തന്നെ അവിടെ ഇരുന്നോളും. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് തോന്നി. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ നല്ല സ്മൂത്താണ്. നമുക്ക് പിടിക്കാനും ഒക്കെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം വെച്ചൊക്കെ തോന്നുകയാണെങ്കിൽ ഇവിടെയൊക്കെ നനഞ്ഞു പോയില്ലേ. ഇതിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ടുള്ളൊരു മാസ്കിംഗ് ടേപ്പാണ്. അടുത്തത് ഡബിൾ സൈഡ്. തീർന്ന്, പക്ഷെ കുഴപ്പമില്ല. നല്ലൊരു ഡബിൾ സൈഡ് എപ്പോഴും കയ്യിൽ കാണേണ്ടതാണ്. പക്ഷെ എൻ്റെ കയ്യിലില്ല, തീർന്നു പോയി. സോ നെക്സ്റ്റ് സിസേഴ്സ് ആണ്. പിന്നെ വരുന്നത് സ്റ്റാപ്ലർ. ഞാൻ ക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന കേട്ടോ ഈ കാണിക്കുന്നതെല്ലാം. ഇതൊക്കെ ഞാൻ ക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ്. അതിനുള്ള പിന്ന്. സോ ഇനിയുള്ളത് ഇതാണ്, ഈ ഒരു ഫെവിക്വിക്ക്. ഇതല്ലാതെ നമ്മുടെ എന്തോ ഒരു ഫെവിയും കൂടി ഉണ്ട്, അതും നല്ലതാണ്.
ഫെവിക്വിക്കും നല്ലതാണ്. ഫെവിക്വിക്ക് നമുക്ക് നല്ല പശയാണ് ഈ ഫെവിക്വിക്കിന്. കൈ ഇങ്ങനെ തൊട്ടാൽ മതി ഒട്ടിക്കോളും. അതെല്ലാവർക്കും അറിയാമല്ലോ ഫെവിക്വിക്ക് അങ്ങനത്തെയാണ്. പിന്നെ ഇതല്ലാതെ ഫെവിക്വിക്ക് പോലെ ഇരിക്കുന്നൊരു സാധനമുണ്ട് മറ്റേ വലിയ കുപ്പിയിൽ വരുന്നത്. എനിക്കെൻ്റെ പേരറിയാൻ ഞാൻ മറന്നുപോയി. സാരമില്ല, ഇപ്പം അത് ആലോചിച്ച് കിട്ടാൻ എന്താണെങ്കിലും ഒന്നും പോകുന്നില്ല. സോ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഹോൾ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. ഇന്ത്യയിലുള്ള കുറച്ച് സ്റ്റേഷനറി പ്രോഡക്ട്സും ക്രാഫ്റ്റ് സാധനങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. സോ ബൈ.